ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബണ്ണപ്പം അല്ലെങ്കിൽ ബൺ ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് പച്ചരിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പച്ചരി നമ്മളൊരു 1.5 കപ്പ് പച്ചരിയാണ് ഇതിലെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ആഡ് ചെയ്തു. ഇനി നമ്മൾ ഇതൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം, അതായത് 2 മണിക്കൂറെങ്കിലും നമ്മളിത് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കണം. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് കഴുകിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായി കഴുകി അരി ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 കപ്പ് അവിൽ, അതായത് വൈറ്റ് അവിലാണെങ്കിൽ കുറച്ചുകൂടി ദോശ വൈറ്റ് കളറായിട്ട് കാണും. ഞാനിപ്പോൾ നോർമലായിട്ട് അവിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഒരു 1.5 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. വെള്ളം നമ്മൾ ആവശ്യത്തിന് എടുത്താൽ മതി. അതായത് അധികം ടൈറ്റും അധികം ലൂസും അല്ലാത്ത കൺസിസ്റ്റൻസിയിൽ വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ നമുക്കങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ളത് കൂടി നമ്മൾ ഇതിലേക്ക് അരച്ചൊഴിക്കുന്നുണ്ട്. ഇതൊരു ഏകദേശം ഒരു 5-6 മണിക്കൂറെങ്കിലും നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇതൊന്ന് പൊങ്ങി വരേണ്ട ടൈം കൊടുക്കണം. അപ്പോൾ 5-6 മണിക്കൂർ ശേഷം ഇതാ നമ്മൾ എടുത്തിട്ടുണ്ട്, പൊങ്ങി വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നിങ്ങൾക്ക് പിറ്റേന്നേക്ക് ഇതാക്കണമെങ്കിൽ തലേന്ന് അരച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ സ്റ്റവ് ഓൺ ചെയ്ത് അതിലേക്ക് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 2-3 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ആ ഓയിലൊന്ന് ചൂടായിട്ട് വരണം. ഇനി അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ആ കടുകൊന്ന് പൊട്ടി വരണം. എന്നിട്ടാണ് നമ്മൾ ഉഴുന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഉഴുന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ടും ഓരോ ടീസ്പൂൺ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് രണ്ടും ചൂടായിട്ടൊന്ന് പൊട്ടി വരണം. ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഒരു 2-3 പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അത് നമ്മൾ ആ ഒരു മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ വേണം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ദോശമാവിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റവ് ഓൺ ചെയ്ത് ദോശ ചൂടാനില്ല ആ ഒരു ഫ്രൈ പാൻ നമ്മൾ ഗ്യാസിൽ വെക്കുക. അത് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. നമ്മളിതിൽ ദോശ ചൂടുമ്പോൾ ഒട്ടും തന്നെ ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല. ശേഷം നമ്മളിതൊന്ന് മൂടി വെക്കാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വേണമെങ്കിൽ എണ്ണ തടയി കൊടുക്കാം. എന്നിട്ടൊന്ന് തിരിച്ച് ഇടാം. ഇങ്ങനെ ഓരോന്നായിട്ട് എല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അടിപൊളിയായിട്ടൊരു ദോശയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.